ഡോക്ടർമാരുടെ സമരം അത് തുടരുകയാണ്. ഒപ്പം നഴ്സുമാരും പ്രതിഷേധവുമായുണ്ട്, പിന്തുണയുമായുണ്ട്. നവമി ദിനേശ് വീണ്ടും ചേരുന്നുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. നവമി, ജനറൽ ആശുപത്രി മുന്നിലെ കാഴ്ചയിൽ ഒരുപാട് സ്ത്രീകൾ രംഗത്തുണ്ട് പ്രതിഷേധവുമായി. പ്രത്യേകിച്ചും നഴ്സസ് അവർ സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണ് അവരുടെ സുരക്ഷ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അവർക്ക് എങ്ങനെ മറുപടി നൽകാൻ കഴിയും? ഒപ്പം ഈ അവിടെ വരുന്ന രോഗികൾ ഇതൊരു ന്യായമായിട്ടുള്ള പ്രതിഷേധമാണ് എന്നുള്ള ഒരേ സ്വരമാണോ ഉയർത്തുന്നത്? നമുക്കറിയാം, നമ്മൾ ഈ ഒരു കൊൽക്കത്തയിലെ സംഭവം നടന്നപ്പോൾ തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് കേരളത്തിൽ ഈ വന്ദനാദാസിന് അനുഭവപ്പെട്ട ആ ഒരു ദുരനുഭവം. അതിനുശേഷം പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ അടക്കം ഈ ഡോക്ടർമാർക്കുണ്ടാകുന്ന അതിക്രമങ്ങൾ, ഈ ലഹരി ഉപയോഗിച്ചു വന്ന് എത്തുന്ന രോഗികൾ, അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജീവൻ കൈയിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഓരോ ദിവസവും ഇവിടെ രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. അത് മാറണം. ഇവർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാൻ കഴിയണം. നൈറ്റ് ഡ്യൂട്ടി ആയിക്കോട്ടെ, അവർക്ക് സുരക്ഷിതമായി ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കണം. ഇത് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കൊൽക്കത്തയിൽ നമ്മൾ കണ്ട ആ ഒരു കേൾക്കുന്ന വാർത്തകൾ, അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസാക്ഷിയെ പോലും നടുക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ളൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി ഈ ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ നഴ്സസിന്, അല്ലെങ്കിൽ ആശുപത്രിയിലെ ജീവനക്കാർക്ക് അവർക്ക് കൃത്യമായി തന്നെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഒരുക്കണം. അതിന് ഏറ്റവും ആവശ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷയാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, സർക്കാരിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് കുറച്ച് നഴ്സ് കുട്ടികൾ കൂടിയുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അവര് എന്തായാലും ഇങ്ങോട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് വന്ന 2 കുട്ടികളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മക്കളെ, നിങ്ങളൊക്കെ ഇനി മുതൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്, രോഗികളെ നോക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു സുരക്ഷ ഇല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കാൻ കഴിയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളിപ്പോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങളായാലും ഈ പ്രൊഫഷനിലോട്ട് ഇനി വരേണ്ടതാണ്. എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഇനി ഇതിൽ തുടരും? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ നഴ്സുമാരോ അതുപോലെ തന്നെ അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ സേവനം വളരെയധികം ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നതാണ്. ഇവൻ ഹോസ്പിറ്റലില് ഇത്രയും വലിയ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ സേഫ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എവിടെയാണ് നമ്മളൊരു സേഫ് ആയിട്ടിരിക്കേണ്ടത്? നമുക്ക് എങ്ങനെ നമ്മുടെ പേരൻസ് ഇതുപോലെ വിശ്വസിച്ചിരിക്കും? ഇത്രയും നല്ല പ്രതിഷേധം നടന്നിട്ടോ അല്ലെങ്കിൽ ഇത്രയും ഒരു ആ കാര്യം ആ ഡോക്ടറിന് സംഭവിച്ചിട്ടും പലരും ടൈമിങ്ങിന്റെ കാര്യം തന്നെ ചോദിക്കുന്നു. അതായത് ആ സമയത്ത് എന്തിനാണ് പോയത്, അല്ലെങ്കിൽ ഇത്ര ഒരു പ്രശ്നം വരുമ്പോ ആ ചെയ്തവരും അതുപോലെ തന്നെ ഇങ്ങനെ ചോദിച്ചവരും എന്താ പറയാ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിവിടെ എക്സിസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളും ശരിക്കും, അതായത് പലരും പല സംഭവങ്ങളും ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി എന്ത് ആക്ഷനാണ് അല്ലെ? എല്ലാവരും പ്രതിഷേധിക്കുന്നു, എല്ലാ സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇനിയൊരു വിഷയം ഇങ്ങനെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു എന്ത് സേഫ്റ്റിയാണ് ഇവിടുത്തെ എല്ലാവരും നൽകുന്നത്? അപ്പൊ ഞങ്ങളും വളരെ ടെൻഷനിലാണ്. നമുക്കുണ്ടായി, നിർഭയ ഉണ്ടായി, അടുത്തിടെ ഡോക്ടർ ഉണ്ടായി, പലരും ഉണ്ടായി. പക്ഷെ നമുക്കിതിന് ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റിസ് നമുക്ക് ഇതുവരെ കിട്ടണില്ല. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത്? കാരണം പേഷ്യൻസിനോട് ഏറ്റവും അടുത്തിരിക്കണ, അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കേണ്ട ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. പേടിയാണ്. ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് വേണ്ടി വരുന്നു. അതാണ് പ്രശ്നം. എൽദോ, വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ നമ്മളെയൊക്കെ നോക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഒക്കെ നോക്കേണ്ട കുട്ടികളാണ്, നമ്മുടെ നഴ്സുമാരാണ്, നമ്മുടെ മാലാഖമാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ്. പക്ഷേ അവർ പോലും പറയുന്നു തങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്നു. തങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ജോലി ചെയ്യേണ്ടത്? രാത്രിയോ പകലോ എന്നുള്ളതല്ല, എന്ത് ധൈര്യത്തിലാണ് തങ്ങൾ രോഗികളെ ചികിത്സിക്കേണ്ടത്? എന്ത് ധൈര്യത്തിലാണ് തങ്ങൾ ആശുപത്രിയിൽ നിൽക്കേണ്ടത്? അങ്ങനെ തങ്ങളുടെ ഒരു ജോലിയിടങ്ങളിൽ പോലും നീതി നിഷേധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. അത് മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ ആശങ്ക മാറ്റിക്കൊടുക്കണം. ഈ കുഞ്ഞു കുട്ടികൾ പോലും പറയുന്നു തങ്ങൾക്ക് ആശങ്കയാണ്, തങ്ങൾ ഇഷ്ടപ്പെട്ട് വന്ന ജോലിയാണ്, പക്ഷെ അവിടെ നിന്ന്
കേൾക്കുന്ന വാർത്തകളായിക്കോട്ടെ തങ്ങൾക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇത് നമ്മൾ പ്രതിഷേധിച്ചേ മതിയാകൂ, ഒന്നിച്ച് പ്രതിഷേധിക്കുക തന്നെ വേണം. ഇത് ഒരു ഡോക്ടറിന്റെ അവസ്ഥയല്ല, കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ എല്ലാ നഴ്സസ്മാരുടെയും ആശങ്കയാണ്. അവരുടെയൊക്കെ ജീവിതമാണ് ഇങ്ങനെ നമ്മുടെ സർക്കാരിന്റെ ഒക്കെ അലംഭാവത്തിൽ ഇങ്ങനെ ആയി പോകുന്നത്. എന്തുകൊണ്ടാണ് കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഈ രോഗികളെ ചികിത്സിക്കേണ്ടവർ അത് മുടക്കി അവർ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആശുപത്രിയിൽ എത്തിയവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഡോക്ടറിനെ കാണാൻ പറ്റിയോ? ഇല്ല, ഡോക്ടർ ലീവിലാണെന്ന് പറഞ്ഞു. ഇന്ന് സമരം അറിഞ്ഞില്ല? ഇല്ല, അറിഞ്ഞില്ല. സമരമാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ വന്നതാണ്. എന്തോ അങ്ങനെ അറിയാതെ വന്നവരും ഒരുപാട് പേരുണ്ട്. അവർക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും PG ഡോക്ടർമാർ ഇന്ന് ഇവിടെയുണ്ട്. അവരാണ് ഇപ്പോൾ എത്തുന്ന രോഗികളുടെ ചികിത്സിക്കുന്നത്. അവരുടെ PG ഡോക്ടർമാരുടെ സമരം ഇന്നലെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചത്. നമുക്ക് ബാക്കി ഇനിയും ആളുകൾ ഉണ്ട്, രോഗികളൊക്കെ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം. പലരും അറിയാതെയാണ് ഇവിടെ വന്നത് എങ്കിൽ പോലും കൃത്യമായൊരു PG ഡോക്ടർമാരായിക്കോട്ടെ എത്തിയവർക്ക് എല്ലാവർക്കും ഒരു ചികിത്സ ഉറപ്പാക്കാൻ ശ്രമവും നടക്കുന്നുണ്ട്. ചേച്ചി, ഡോക്ടറിനെ കണ്ടോ? കണ്ടോ? വല്ല ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല? ഇല്ല, തിരക്കൊന്നും ഉണ്ടായില്ലല്ലോ. ഡോക്ടർമാരുടെ ഒരു സമരം ഉണ്ട്, അറിഞ്ഞിരുന്നു? അത് രോഗികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലെ? ആ സമയം കൃത്യമായി കാണാൻ പറ്റി. അങ്ങനെ ഡോക്ടർമാരുടെ സമരം ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായി ഡോക്ടറിനെ കാണാൻ പറ്റി. പക്ഷേ ആ രോഗികൾ പലരും ഈ ഡോക്ടർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് ആവശ്യമാണ്. കാരണം അവരുടെ ഒരു മനുഷ്യജീവന്റെ കാര്യമാണല്ലോ. അപ്പൊ അതിനുകൊണ്ട് പൂർണ്ണമായും രോഗികളും ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. ചേട്ടാ, ഡോക്ടറിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞോ? ഇന്ന് TV നോക്കിയില്ലല്ലോ. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിയാതെ വന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടാ, കണ്ടോ? ഡോക്ടറിനെ കണ്ടോ? കണ്ടില്ല, കാണാൻ ഇരിക്കണം. ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നു? ഇന്ന് ഇവിടെ ഉണ്ടാവുന്ന അറിയായിരുന്നു. അത് ആവശ്യമായിട്ടുള്ളൊരു സമരമാണെന്ന് തന്നെയല്ലേ തോന്നുന്നത്? പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ ഡോക്ടർമാർ ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ എത്തിയ ഓരോ രോഗികളും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ ഈ ഒരു ഇന്നത്തെ ഈ OP വിഭാഗം പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരത്തിന് വലിയ രീതിയിലുള്ളൊരു പിന്തുണ രോഗികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. നമ്മളോട് നേരത്തെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞതുപോലെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത ഈ ഭരണകൂടം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം അത് മാറ്റേണ്ടത് തന്നെയാണ്. തങ്ങളുടെ ജീവന് സംരക്ഷിക്കപ്പെടണം. ഇനിയൊരു കൊൽക്കത്തയിലെ പോലെ അല്ലെങ്കിൽ വന്ദനയെ പോലെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഡോക്ടർമാരെയോ നഴ്സുമാരെ പോലെ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു തങ്ങളുടെ ജോലി പോലും മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ രോഗികളുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ പോലും അവഗണിച്ചുകൊണ്ട് സമരത്തിലേക്ക്, പ്രത്യക്ഷമായൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിച്ചതും. എൽദോ, പ്രത്യക്ഷത്തിലുള്ള ആ സമരത്തിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അതിന് കൃത്യമായുള്ള കാരണങ്ങളുമുണ്ട്, സാഹചര്യവുമുണ്ട്.